ഗൈസ്, വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ? മക്കളെ, ഈ ജുനു സാർ വന്നിരിക്കുന്നത് ബയോളജിയിൽ ഞാൻ പറയുന്ന ഒരു 4 ക്വസ്റ്റ്യൻസ് ഇല്ലാതെ നിങ്ങളുടെ ഓണ പരീക്ഷ ഉണ്ടാവില്ല. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ജീവന്റെ ജനിതകം എന്നുള്ള ഈ ചാപ്റ്ററിൽ ആദ്യത്തേത് mRNA, tRNA, rRNA ഇതിന്റെ ഫുൾ ഫോമും അതിന്റെ ഫംഗ്ഷനും ചോദിക്കും. mRNA, tRNA, rRNA. അപ്പൊ അതിന്റെ ആൻസർ എന്താ? mRNA ഫുൾ ഫോം എന്താ? മെസ്സഞ്ചർ RNA. മെസ്സഞ്ചർ RNA ധർമ്മം എന്താ? DNA നിന്നുള്ള സന്ദേശങ്ങൾ എവിടെ എത്തിക്കുന്നു? റൈബോസോമിൽ എത്തിക്കുന്നു. ക്യാരി മെസ്സേജസ് ഫ്രം DNA ടു റൈബോസോം. അടുത്തതാണ് tRNA. tRNA ഫുൾ ഫോം എന്താ? ട്രാൻസ്ഫർ RNA. ട്രാൻസ്ഫർ RNA ധർമ്മം എന്താ? ശരീരത്തിലെ വിവിധ അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. ക്യാരി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ് ടു റൈബോസോം. മൂന്നാമത്തേതാണ് rRNA. rRNA ഫുൾ ഫോം റൈബോസോമൽ RNA. റൈബോസോമൽ RNA ധർമ്മം എന്താടാ? combine amino acid to make protein, helps in the formation of bond between amino acid. അമിനോ ആസിഡുകളെ പരസ്പരം കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്നു, പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. അമിനോ ആസിഡുകളെ പരസ്പരം ബന്ധിപ്പിച്ച് പ്രോട്ടീൻ നിർമ്മിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഇതാ mRNA, tRNA, rRNA ഇതിന്റെ ചിത്രം നോക്കണം കേട്ടോ. ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ബൈ എ ജീൻ. ജീനിന്റെ പ്രോട്ടീൻ സിന്തസിസ്. ഒന്നാണ് ട്രാൻസ്ക്രിപ്ഷൻ. അല്ലടാ, 2 സ്റ്റെപ്പ് അല്ലേ ട്രാൻസ്ക്രിപ്ഷൻ. എന്താ ട്രാൻസ്ക്രിപ്ഷൻ പറഞ്ഞാൽ? DNA നിന്നും എന്തുണ്ടാവുക? വിവിധ എൻസൈമുകളുടെ സഹായത്താൽ mRNA രൂപപ്പെടുക. mRNA ഈസ് ഫോംഡ് ഫ്രം DNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേരിയസ് എൻസൈംസ്. അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇനി mRNA പ്രത്യേകം എന്താ? അതിലെന്തുണ്ട്? mRNA കണ്ടെയ്ൻ മെസ്സേജസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിനുള്ള പ്രോട്ടീൻ നിർമ്മാണത്തിലുള്ള സന്ദേശം എവിടെ ഉണ്ട്? mRNAയിലുണ്ട്. ഓക്കെ, അത് ഒടുക്കെത്തിക്കുന്നു? റൈബോസോമിൽ എത്തിക്കുക. അടുത്തതാണ് എന്ത്? ട്രാൻസ്ലേഷൻ. അടുത്താണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ? mRNA റീച്ചസ് റൈബോസോം. mRNA റൈബോസോമിൽ എത്തുന്നു. tRNA ഫുൾ ഫോം അറിയില്ലേ? എന്താ ധർമ്മം? ശരീരത്തിലെ വിവിധ അമിനോ ആസിഡുകൾ റൈബോസോമിൽ എത്തിക്കുന്നു. ക്യാരി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ് ടു റൈബോസോം. rRNA ധർമ്മം എന്താടാ? rRNA കമ്പൈൻ അമിനോ ആസിഡ് ടു മേക്ക് പ്രോട്ടീൻ. അമിനോ ആസിഡ് പരസ്പരം ബന്ധിപ്പിച്ച് പ്രോട്ടീൻ നിർമ്മിക്കുന്നു. ഓക്കെ, ഈ ഭാഗം നിർബന്ധമായി പഠിക്കുക. ഇനി പാത്ത് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ വഴികളിൽ ആദ്യത്തേതാണ് എന്ത്? ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷൻ തിയറി. ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷൻ തിയറിയുടെ സ്റ്റെപ്സുകൾ. ഒന്നെന്താ? ഓവർ പ്രൊഡക്ഷൻ, അമിതോൽപാദനം. 2 എന്താ? വേരിയേഷൻ, വ്യതിയാനം. എന്താണ്? വ്യതിയാനം. 3 എന്താ? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിനായുള്ള മത്സരം. 4 ആണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അർഹതയുള്ളവരുടെ അതിജീവനം. 5 ആണ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം. ഈ ഓരോ സ്റ്റെപ്പും എന്താണ് പറയുന്നതൊക്കെ കൃത്യമായി പഠിച്ചു പോകണം, കാരണം ഇത് ചോദിക്കും. ഇനി അടുത്ത നോക്കണം. വാട്ട് ആർ ന്യൂറോഗ്ലിയൽ സെൽ? ലിസ്റ്റ് ഔട്ട് ദെയർ ഫംഗ്ഷൻ. ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്താണ്? അതിന്റെ ധർമ്മം. ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എവിടെ കാണടാ? നമ്മളെ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും ബ്രെയിനിലും സ്പൈനൽ കോഡിലും കാണും. മസ്തിഷ്കത്തിൽ സുഷുമ്നയിൽ കാണും. ഇവരുടെ പ്രത്യേകത, ഇവർക്ക് എന്തുണ്ട്? ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. എന്താണ്? ഹാവ് ദി എബിലിറ്റി ടു ഡിവൈഡ്. വിഭജന ശേഷിയുണ്ട്. വിഭജന ശേഷി എന്താ? ഒരു ന്യൂറോഗ്ലിയൽ സെല്ല് 1, 2, 3 ആവാനുള്ള കഴിവുണ്ട്. പക്ഷേ ഓൾക്ക് എന്തിനുള്ള കഴിവില്ല? cannot receive stimuli or transmit message. അതായത് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുവാനോ സന്ദേശങ്ങളെ പ്രേഷണം ചെയ്യുവാനുള്ള കഴിവോ ആർക്കില്ല? ന്യൂറുകൾ സെൽസ്. പക്ഷെ ഓരോ ധർമ്മം എന്താ? ധർമ്മം എന്താണ്? ന്യൂറുകൾ സെൽസ് ആണ് ബ്രിങ് ന്യൂട്രീഷൻ. അതായത് നാഡീകോശങ്ങൾക്ക് എന്താ? പോഷണം നൽകുക, വേസ്റ്റുകളെ എലിമിനേറ്റ് ചെയ്യുക, മാലിന്യങ്ങളെ പുറന്തള്ളുക, അതേപോലെ ബാഹ്യശതങ്ങളിൽ നിന്നും എക്സ്റ്റേണൽ ഇഞ്ചുറീസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെന്താ? ഇമ്പൾസിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. പിന്നെന്താ? ആക്ട് ആസ് ഡിഫൻസ് സെൽ, പ്രതിരോധ കവചമായി പ്രവർത്തിക്കുക. പിന്നെന്താ? അഡ്ജസ്റ്റ് പ്രഷർ, അവിടെ നിന്നവിടെ മർദ്ദം എന്താവുക? ക്രമീകരിക്കുക. ഇത് ഓർത്തു വെച്ചോളൂ മക്കളെ. ഈ ഒരു 3-4 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഓണ പരീക്ഷയ്ക്ക് വന്നിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ ക്വസ്റ്റ്യൻസ് മക്കളെ. താങ്ക്